നാർക്കോട്ടിക്സ് കടത്തി ഇന്ത്യയിൽ കൊണ്ടുവന്നെന്നും ഇവിടെ അത് പോലീസ് പിടിക്കുകയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടായി. അങ്ങനെ ആ കേസ് കോടതിയിൽ ട്രയലിന് വരികയും 1990 കേസ് ഉണ്ടാകുന്നത്. 1990 ആ കോടതിയിൽ വരികയും കോടതിയിൽ തന്നെ വെച്ച് പത്രവാർത്ത അന്ന് കേട്ടറിവ് എന്ന് പറയുന്നത് കോടതിയുടെ മുൻപിൽ വെച്ച് തന്നെ ഈ ജെട്ടി ഒന്ന് ഇട്ട് നോക്കണം എന്ന് ഒരു ഡിഫൻസ് ലോയർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോഴെൻ്റെ മനസ്സിൽ ഉദിച്ചു, ഒരു ജെട്ടി പരിശോധന ഏതായാലും വരുന്നുണ്ട്, വേണ്ടി വരും, എൻ്റെ കയ്യിൽ ആ ജെട്ടി വരും. കാരണം അന്ന് ഫിസിക്സിലെ എക്സ്പേർട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേരള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ. എനിക്കറിയാം എനിക്കിത് വരും എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോഴും മുതലേ ഏത് കേസ് തന്നെയാണെങ്കിലും എന്തെങ്കിലും പരിശോധനയ്ക്ക് വരാൻ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പോസിബിലിറ്റീസ്, സയൻറ്റിഫിക് എക്സാമിനേഷൻ്റെ പോസിബിലിറ്റീസ് ഞാൻ ചിന്തിക്കാറുണ്ട്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു കേസെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ മറ്റൊരു കേസുള്ളതായിട്ട് ആരും കേട്ടില്ല. എന്ന് പറഞ്ഞാൽ അണ്ടർവെയർ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു കേസ് ഇങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞത് അല്ലേ, അതൊരു വളരെ അപൂർവമാണ്. 30 വർഷത്തെ സർവീസുള്ളല്ലേ? 30 വർഷ സർവീസിൽ എനിക്ക് അന്ന് വരെ ഇത് പരിശോധിക്കുന്നത് വരെ മറ്റൊരു ജെട്ടിയോ അണ്ടർ ഗാർമെൻറ്റോ ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഇത് വന്നിട്ടില്ല. ഇത് അപ്പോഴേ തന്നെ ഇത് ജെട്ടി ഇടാൻ പറ്റിയില്ല ആളിന്, അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനൊരു ആവാൻ ഇടയില്ല എന്ന് പറഞ്ഞ് പിന്നെന്തോ ജഡ്ജ്മെൻറ്റ് വെറുതെ വിട്ടു. അപ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഒരു ഫോറൻസിക് പരിശോധനയിലേ ഇത് അവസാനിക്കുള്ളൂ എന്നറിയാമായിരുന്നു. ആ ജെട്ടി വരാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ശരിക്കും ആ ജെട്ടി വരണം, പരിശോധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതൊരു കൗതുകമായിട്ടാണ് തോന്നിയത്. എന്തായിരിക്കും ജെട്ടിയിൽ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. ഒരു തയ്യലോ ഒരാളിനെ ഇടാൻ നോക്കിയപ്പോൾ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവിൻ്റെ വ്യത്യാസത്തിൽ വന്ന എന്തോ ഒരു പാകപ്പിഴ എന്തോ ആണ്, അതുമൂലമുള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായി. അത് സിമ്പിളായിട്ട് പരിശോധിക്കാൻ പറ്റുമെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിൽ ഒരു തോന്നി.